Mr. PC Vishwanath. I'm Malvika Mohan. Welcome to Walk With Me. Thank you. Thank you. മിസ്റ്റർ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഫ്രം സ്റ്റുഡൻറ്റ് പോളിറ്റിക്സ് ടു ക്യാബിനറ്റ് മിനിസ്റ്റർ ഈ യാത്രേൻ്റെ ഒരു ഒരു ചെറിയ സമ്മറി എനിക്ക് പറഞ്ഞു തരാമോ? ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ആ കാലത്തൊക്കെ സ്കൂൾ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുമ്പോഴാണ് KSUവിൽ വളരെ സജീവമാകുന്നത്. അവിടെ കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിട്ടും ആർട്സ് ഗ്രൂപ്പ് സെക്രട്ടറി ആയിട്ടും കൗൺസിലറായിട്ടും ഒക്കെ ജയിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് ലോ കോളേജിലേക്ക് വന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറായി, ലോ കോളേജിലെ മാഗസിൻ എഡിറ്ററായി. പിന്നീട് KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോഴോ ഒന്നും നമുക്ക് MLA ആകാൻ കഴിയുമെന്നോ മന്ത്രിയാകാൻ കഴിയുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നുമല്ലല്ലോ നമ്മൾ വരുന്നത്. നമ്മൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങനെ സജീവമായി അങ്ങനെ പ്രവർത്തിച്ചു. പക്ഷേ ഞാൻ നിയമസഭയിലേക്ക് വരുന്നത് KSUവിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യം 2006. അപ്പോൾ ഞാൻ ഈ ലോ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ഈ PMGയിൽ താഴെ ബാട്ടൺ ഹില്ല്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഈ പാളയത്ത് ബസ് ഇറങ്ങിയിട്ട് നടന്ന് ആണ് PMGയിൽ നിന്ന് ലോ കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നടന്ന് പോകുമ്പം കണ്ടിട്ടുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് ഏത്, ഈ നിയമസഭാ മന്ദിരം നമ്മളെല്ലാം കാണുന്നത്. അപ്പം നമുക്കറിയില്ല നമ്മളവിടെ എത്തുമെന്നുള്ളത്. നമ്മളങ്ങനെ അത്ഭുതത്തിൽ നോക്കി പോയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ KSU പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ 2006 ആദ്യമായിട്ട് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് പാർട്ടി എന്നോട് അവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകി, അവസരം നൽകി. ഞാൻ അവിടുന്ന് MLA ആയി 2006. 2011 വീണ്ടും അവിടുന്ന് MLA ആയി. 2016 അവിടുന്ന് മത്സരിച്ച് ഞാൻ പരാജയപ്പെട്ടു. 2021 വീണ്ടും കുണ്ട്രയിൽ നിന്നും MLA ആയി. അതിനിടയിൽ പാർട്ടിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കിട്ടി. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി, KPCCയുടെ വക്താവായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി, വൈസ് പ്രസിഡൻ്റായി, കർണാടകയുടെയും തെലങ്കാനയുടെയും ചുമതലയുള്ള AICC സെക്രട്ടറിയായി. അപ്പോൾ ഒരേ സമയത്ത് തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്വവും പാർലമെൻ്ററി ഉത്തരവാദിത്വവും ഞാൻ പാർട്ടി ആവശ്യപ്പെട്ട സമയങ്ങളിലെല്ലാം പാർട്ടിക്ക് വേണ്ടി നിർവഹിക്കുന്ന അതാണല്ലോ ഒരു പാർട്ടിക്കാരന് ചെയ്യാൻ കഴിയുക ചെയ്തു. 2021 കുണ്ട്രയിൽ നിന്ന് ആദ്യം MLA ആയി. 2026 ഇപ്പോൾ രണ്ടാമത് MLA ആയി. ബാക്കി തൊട്ടടുത്ത് നടന്ന കാര്യങ്ങളാണ്. VD സതീശൻ മന്ത്രിസഭയിൽ സാംസ്കാരിക, ടൂറിസം, സിനിമാ വകുപ്പിൻ്റെ മന്ത്രിയായി. ഇതാണ് നമ്മുടെ ഒരു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൻ്റെ ഒരു യാത്ര. എളുപ്പത്തിൽ പറഞ്ഞാൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ തുടങ്ങി ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ. ഇപ്പം എന്താ പറയുക, ടൂറിസം, കൾച്ചർ ആൻഡ് സിനിമ, കേരളത്തിൻ്റെ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു 3 വളരെ ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സാണ് ഇത് മൂന്നും. ഈ 3 പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെ കാണുന്നു? യഥാർത്ഥത്തിൽ ഈ 3 പോർട്ട്ഫോളിയോസ് പലപ്പോഴും ഒരുമിച്ച് ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് പലപ്പോഴും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഒരുമിച്ച് ചെയ്യുന്നതാണ് സ്റ്റേറ്റിന് നല്ലത്. കാരണം ഇത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വകുപ്പുകളാണ്. നമ്മുടെ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയാണ്. നമുക്ക് മറ്റു സ്ഥലത്ത് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഏരിയയാണ്. 2 ഇവിടുത്തെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. ഇപ്പോൾ ടൂറിസത്തിൻ്റെ സങ്കല്പങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ വിനോദസഞ്ചാരികൾ എന്ന് പറയുമ്പോൾ അവർ കേവലം സ്ഥലം കാണാൻ വരുന്നവരല്ല. ഇപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഈ എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്, ഒരു കാര്യമാണ്. അപ്പോൾ അവരിതെല്ലാം അനുഭവവേദ്യമാക്കാനാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരികമായ പൈതൃകങ്ങളെയൊക്കെ അതെല്ലാം അനുഭവിച്ച് കടന്നു പോകാൻ കഴിയണം. അപ്പോൾ അതിനെന്ത് വേണം? ആ കൾച്ചർ നമ്മുടെ ടൂറിസവുമായിട്ട് സംയോജിപ്പിക്കണം. അപ്പോൾ അവർക്ക് തെയ്യമാകാം, പടയണിയാകാം, തോൽപ്പാവക്കൂത്താകാം, അങ്ങനെ 100 കണക്കിന് കലാരൂപങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ വള്ളംകളികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമുണ്ട്.
അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് നമുക്ക് നമ്മളിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് കഴിയുന്ന ഒരു കാര്യം. പ്ലസ് നമ്മുടെ ആയുർവേദം, അതിനും നമുക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആയുർവേദ സെൻറ്റർ നടത്തുന്നവർ പോലും ഇപ്പം നിങ്ങൾ മറ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ വേറെ സ്റ്റേറ്റിലെ ഡെസ്റ്റിനേഷൻസിലൊക്കെ പോയാലും കേരള ആയുർവേദം എന്നാണ്. കാരണം അവർക്ക് പോലും അറിയാം അവിടെ ഒരു മലയാളി ഇല്ലെങ്കിലും ജോലി ചെയ്യുന്നതിനകത്ത് ചിലപ്പോൾ ഒരു മലയാളിയും കാണത്തില്ല. പക്ഷെ അവിടെ കേരള ആയുർവേദം എന്ന് എഴുതിന്റെ ഫ്രണ്ടിൽ ഒരു കേരള വെച്ചാലാണ് ആയുർവേദത്തിനൊരു വെയിറ്റ് ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു മേഖലയാണ്. അപ്പൊ ഇത് അതേപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻസിനെ എല്ലാം ഒരു ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആക്കാൻ. അത് നമുക്ക് നമ്മുടെ ഇപ്പം അതിരപ്പള്ളിയിൽ ചില സിനിമകൾ ഷൂട്ട് ചെയ്തു സ്വാഭാവികമായിട്ടും. അതിനുശേഷം അതിരപ്പള്ളി നേരത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. പക്ഷെ അവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടി. മലയാളത്തിൽ തന്നെ ആരും അറിയപ്പെടാതെ കിടന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മലയാളത്തിലെ ഒരു സിനിമ നമ്മുടെ ഗവിയിൽ ഷൂട്ട് ചെയ്തു, ഓർഡിനറി. അതിനുശേഷമാണ് ഗവി എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് ആൾക്കാർ മനസ്സിലായത്. മൺട്രോതുരുത്തൊരു നല്ല ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിരുന്നു, ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ അവിടെ പൊന്മാൻ കഴിഞ്ഞ വർഷം അവിടെയാണ് ഷൂട്ട് ചെയ്തത്, ബേസിലിൻ്റെ. അതിനുശേഷം ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് OTT-യിലൊക്കെ കണ്ടതിന് ശേഷം ഇതെവിടെയാണ് കേരളത്തിൽ ഈ സ്ഥലം. അപ്പം നമ്മൾ ഈ അവിടെ കൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ ഹൗസുകളോടൊക്കെ നമ്മുടെ ഒരു ടൂറിസം സിനിമ പോളിസി ഒരുമിച്ച് വരും ഇപ്പം ഏതാണ്ട് അടുപ്പിച്ച് തന്നെ. അപ്പം നമ്മൾ ഇനി ഇവിടെ ഷൂട്ട് ചെയ്യുന്നവർക്ക് നമ്മുടേതായ ചില ഗവൺമെന്റിന്റെ ചില സഹായങ്ങളൂടെ അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരൂ, ഷൂട്ട് ചെയ്യൂ, നിങ്ങൾക്ക് ചില സൗകര്യങ്ങൾ ഇതുവരെ കിട്ടാത്തത് നമ്മൾ തരാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ടൂറിസം, താങ്കളുടെ ചോദ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ, ടൂറിസം, കൾച്ചർ, സിനിമ, ഇത് മൂന്നിനെയും സംയോജിപ്പിച്ച് കൊണ്ടുപോകണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ടൂറിസമാണ്. നമുക്കിപ്പോൾ അറിയാമല്ലോ, വിദേശത്തു നിന്നൊക്കെ ഉള്ള ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞു. പല കാരണങ്ങളുണ്ട്. യുദ്ധത്തിൻ്റെതാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ സ്വദേശിവൽക്കരണത്തിൻ്റെ പ്രശ്നം ഒരു 4-5 വർഷമായിട്ടുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും സ്വദേശിവൽക്കരണം വന്നതോടുകൂടി നമ്മുടെ ആളുകൾക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇനി നമ്മുടെ കാലിൽ നിൽക്കേണ്ടി വരും. അപ്പം നമുക്കതിന് പറ്റുന്ന മേഖല ഏതാണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട. കാരണം കേരളത്തിലെ ഏത് ഗ്രാമത്തിലും നിങ്ങൾക്കൊരു ഒരു ടൂറിസം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പോളിസിയിൽ ഹോം സ്റ്റേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുവഴി ഇപ്പം വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല, നാട്ടിൻപുറത്ത് ഒരു സാധാരണക്കാരനും ടൂറിസത്തിൻ്റെ ഭാഗമാകാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് റവന്യൂ കിട്ടുന്ന ആളായിട്ട് മാറാനും ഒക്കെ കഴിയും. മീൻസ് അതുപോലെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ലൈൻ, ഒരു വാചകം, ഒരു ക്യാമ്പയിൻ, അത് ലോകം എങ്ങും എല്ലാവർക്കും അറിയുന്നൊരു ക്യാമ്പയിനാണ്. അല്ലെങ്കിൽ നമ്മുടെ ടൂറിസമിനെ ഏറ്റവും എന്താ പറയുക, ഇറ്റ്സ് പുട്ട് കേരള ടൂറിസം ഇൻ ദ ഗ്ലോബൽ മാപ്പ്. അപ്പം അങ്ങനെ ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ അങ്ങനെ നടന്നു വരുന്ന ഒരു എന്താ പറയുക, അതൊരു മൂവ്മെൻ്റ് ആണല്ലോ ഇത്രയും വർഷമായിട്ടുള്ള. അതിന് നമ്മൾ ന്യൂ ജനറേഷൻ ട്രാവലേഴ്സിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഹൗ ഡു യു ഇൻറ്റെൻഡ് ടു പൊസിഷൻ ഇറ്റ് ഡിഫറെൻ്റ്ലി? കാരണം മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോൾ ട്രാവലേഴ്സ്, ഒത്തിരി യങ് ട്രാവലേഴ്സ് നമുക്ക് പണ്ടെന്ന് വെച്ചാൽ എല്ലാവരും റിട്ടയറൊക്കെ ആയി, കാശൊക്കെ ആയി, അപ്പോൾ ഫോറിനേഴ്സൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരുന്നു, അങ്ങനത്തെ ഇപ്പം there are a lot of backpackers, യങ് ട്രാവലേഴ്സ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന ടൂറിസം കോൺസെപ്റ്റിനെ റീഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? അതെ, അത് നമ്മളൊന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന നമ്മുടെ അത് ലോകത്ത് മുഴുവൻ നമുക്ക് അംഗീകാരം കിട്ടിയ, അങ്ങനെ തന്നെ ആളുകൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊന്ന് റീബ്രാൻഡ് ചെയ്യാൻ നമ്മളാണ്. കാരണം ഇനി നമ്മൾ പിന്നെ ഒരു പൊസിഷനിലുമാണ്. പക്ഷെ ഇന്ന് നമുക്ക് അന്നില്ലാത്ത പോലത്തെ മത്സരങ്ങളും വരുന്നുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തുനിന്ന് പോലും ഉണ്ട്. ഉദാഹരണത്തിന് ശ്രീലങ്ക. നമുക്ക് അങ്ങനെ, അപ്പം നമ്മളതുകൊണ്ട് അതിനെ നമ്മളൊന്ന് റീബ്രാൻഡ് ചെയ്യാൻ. പിന്നെ മാളവിക പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഈ ചെറുപ്പക്കാരിപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നു.
അതിപ്പോൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, അവർ ഈ സിറ്റീസിലല്ല, അവർ ആ പോസ്റ്റ് കോവിഡിലാണ്. കാരണം ഒന്ന് ഈ അടച്ചിരുന്ന് പ്രാന്തായി എല്ലാവരും ഇറങ്ങിയതാണ്. ഇറങ്ങി നഗരങ്ങളിലെ സൗകര്യങ്ങൾ ആവോളം അനുഭവിച്ച ആൾക്കാരാണ്. പിന്നെ അവർക്ക് അതിലല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ കൂടുതൽ പിന്നെ ഈ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങൾ എന്ന് ഒരു മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഹോം സ്റ്റേക്ക് ഇപ്പോൾ കൂടുതൽ, ഹോട്ടലിലല്ല അവർ താമസിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ വരുന്ന ചെറുപ്പക്കാരല്ല ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി ഒരു കുടുംബത്തിന്റെ കൂടെ ആ അവിടുത്തെ പ്രാദേശികമായ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പം ആറന്മുളയിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും വന്നാൽ വള്ളംകളി മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് ഒരു പിന്നെ പള്ളിയോടം നിർമ്മിക്കുന്നത് എന്നത് ലോകത്ത് എവിടെ പോയാൽ വേറെ കാണാൻ പറ്റും. ഇപ്പൊ 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കുന്നവർ പോലും കേരളത്തിൽ. ഇപ്പൊ എനിക്ക് എൻ്റെ അറിവിൽ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു ചങ്ങങ്കരിയിൽ ഒരു വേണു ആചാര്യയുണ്ട്. വേണു ആചാര്യാണ് ഇപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു പള്ളിയോടം. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറിയില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ, വള്ളങ്ങൾ പുതുതായിട്ട് നിർമ്മിക്കാൻ പോലും ആരും ഉണ്ടാവാതെ വരും. അതിൽ കുട്ടനാട്ടില് ഈ ചുണ്ടവള്ളങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിനെ ഈ പിന്നെ വനത്തിൽ നിന്ന് തടി അറുത്തുകൊണ്ട് വരുന്ന ഘോഷയാത്രയായി കൊണ്ടുവന്ന് ഈ വള്ളപ്പുരയിൽ ഈ വള്ളം നിർമ്മിച്ച് തുടങ്ങുന്ന മുതലുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട്. തുടങ്ങി ഒരു വള്ളം നീറ്റിലിറക്കുന്നതും വള്ളം കളി അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾ ആറന്മുള വന്നു കഴിഞ്ഞാൽ അതെല്ലാം അവർക്ക് അനുഭവിക്കാൻ കഴിയും. ലോകത്ത് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ചുണ്ടൻ വള്ളങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇപ്പോൾ പടയണി നടക്കുന്നു, എന്തൊരു തിയേറ്ററാണത്, ഗംഭീര തിയേറ്ററല്ലേ പടയണി എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അവിടെ അവിടെ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എവിടെ പോയാൽ വേറെ പടയണി കാണാൻ പറ്റും. പടയണി കാണണമെങ്കിൽ നിങ്ങൾ ഒന്നിലും അലന്തൂർ വരണം, അല്ലെങ്കിൽ കടമ്പനിട്ട വരണം, അല്ലെങ്കിൽ നീലംപേരൂർ പോകണം, ഈ സ്ഥലങ്ങളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം ഈ സൗകര്യങ്ങൾ കൊടുക്കണം. ലക്ഷൂറിയസ് ആയിട്ടുള്ളതൊന്നും വേണ്ട. പക്ഷെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഈ ഹോം സ്റ്റേ നടത്തുന്നവർക്ക് ഈ ഒരു ഹോം സ്റ്റേ നടത്താൻ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവരറിയണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അവർക്കെല്ലാം നമ്മുടെ കിഡ്സ് അടക്കമുള്ള നമ്മുടെ തന്നെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ കൊണ്ട് നല്ല പരിശീലനം കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പുതിയ യങ് ജനറേഷൻ ട്രാവലേഴ്സ് ഉണ്ട്, അവർക്ക് അവരാഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ എത്തുക. പിന്നെ വളരെ വേറൊരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൂറിസം മേഖലയാണ്, ചെറുപ്പക്കാരാണ് അതിലും കൂടുതൽ വരുന്നത്, ഈ കൺസേർട്ട് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അസം ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റും ഈ കൺസേർട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ഒരു, നമുക്ക് യഥാർത്ഥത്തിൽ കൊച്ചി അതിന് പറ്റിയ ഒരു നല്ല സ്ഥലം ഇപ്പം തന്നെ ഉണ്ട്, കുറേ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് പെർഫോം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മ്യൂസിക് ഫെസ്റ്റിവൽസ് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ അതൊരു ടൂറിസം ആണല്ലോ. അവർ വന്ന് ഒരു ദിവസം പാട്ട് കേട്ടിട്ട് പോകുമല്ലോ, അവർ വരുന്നു, അതിനുശേഷം പിന്നെ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ മൈസ് ഏരിയയിൽ നമ്മൾ കുറച്ചുകൂടെ പ്രൊമോഷൻ കൊടുക്കാൻ, കുറച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. റൂം ഇപ്പോഴും നമുക്കില്ല, ആവശ്യത്തിന് കൂടുതൽ റൂം ഉണ്ടായേ മതിയാവും. ഒരു നാഷണൽ കൺവെൻഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് 2500-3000 ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ ഒരേ സമയത്ത് അവർ നമുക്ക് ഫെസിലിറ്റി കൊടുക്കാൻ കഴിയണം. ഒരേ സമയത്ത് 2-3 കൺവെൻഷൻസ് നടക്കുകയാണെങ്കിൽ അത് അത്രയും മുറികളുണ്ടാവും. അത്ര നിസ്സാരമായ കാര്യമല്ല നമ്മളത് പറയും. എല്ലാവരും വരണമെന്ന് പറയുക, വരുന്നവർക്ക് ഇത്. I used to work with an event company. അപ്പം ഈ വലിയ കോൺഫറൻസസ് വരുമ്പം അവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഡെലിഗേറ്റ്സിനെ താമസിപ്പിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ്. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ നോർമൽ പ്ലേസ്, ഇറ്റ് ഹാസ് ടു എന്താ പറയുക റിഫ്ലക്റ്റ് കേരളത്തിൻ്റെ. കാരണം ഇത് വരുന്നത് പലരും ഫോറിൻ ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ ഈവൻ നാഷണൽ ആണെങ്കിൽ പോലും നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് കേരളം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സന്ദർഭം കൂടിയാണിത്. അപ്പം ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ ഹ്യൂജ് ഗ്യാപ്പ്. ഉണ്ട്. ഇവർ 3 ദിവസത്തെ കോൺഫറൻസിനാണ് വരുന്നതെങ്കിലും പിന്നെ 5 ദിവസം കഴിഞ്ഞ് പോകത്തുള്ളൂ. അതെ. കൊച്ചി വരുന്നവരൊന്ന് മൂന്നാറിൽ പോയി, കുമരകത്ത് പോയി, ആലപ്പുഴ പോയി ബാക്ക് വാട്ടറും ഹൗസ് ബോട്ടും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്. അപ്പോൾ 3 ദിവസത്തെ കോൺഫറൻസിന് വരുന്ന ഈ ടൂറിസ്റ്റുകൾ 2000 പേര് വന്നാൽ 1500 പേരും വീണ്ടും ഒരാഴ്ചയും കൂടെ കേരളത്തിലുണ്ടാകും.
അപ്പം അത്രയും ആളുകളെ നമുക്ക് ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതെ. നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുകയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് ആവശ്യമുണ്ട്, മനസ്സിലായി. നഷ്ടമാവില്ല. അതെ, അതെ. നമ്മൾ തന്നെ ഇപ്പം എയർപോർട്ടിലൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ ഇനി അവിടെ അവശേഷിക്കുന്ന ലാൻഡിലൊക്കെ കൺവെൻഷൻ സെൻറ്റേഴ്സൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്, വലിയ തോതിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. മിസ്, അതുപോലെ ഇപ്പം നമ്മൾ യങ്സ്റ്റേഴ്സ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ നമ്മുടെ പരമ്പരാഗതമായ കലകൾ, ട്രഡീഷൻസ്, ഇതൊക്കെ ഇപ്പം അന്യം നിന്ന് വരികയാണ്. ബിക്കോസ് അത് നെക്സ്റ്റ് ജനറേഷനിലോട്ട് വരുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ അവർക്കതൊരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് മോഡലായിട്ട് തോന്നുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിർത്താനും ആ യങ്സ്റ്റേഴ്സിനെ ഇതിലോട്ട് അവരുടെ പരമ്പരാഗതമായ കലകളിലോട്ടും ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള, ഇപ്പം മീൻസ് പറഞ്ഞ പോലെ പള്ളിയോടം നിർമ്മിക്കുന്നു, ഈ അടുത്ത ആൾ അത് നിർമ്മിക്കുന്നില്ലെങ്കിൽ ആ ഒരു കാര്യം അന്യം നിന്ന് പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ദ ഗവൺമെൻറ് ഷുഡ് ഡു അക്കോർഡിംഗ് ടു യു? ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളെപ്പോഴും കൾച്ചർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിപ്പാർട്ട്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസ് സിനിമയിൽ മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. കാരണം എപ്പോഴും സിനിമ, ഇപ്പം അമ്മയിലെ പിന്നെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ വാർത്ത കിട്ടുന്നത് പോലെയാണിത്. 500 അംഗങ്ങളുള്ള ഒരു കേരളത്തിലെ ആയിരക്കണക്കിന് സംഘടനകളിൽ ഒന്ന് മാത്രമാണത്. പക്ഷെ അതിൽ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പിന്നെ അങ്ങനത്തെ ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടന ആയതുകൊണ്ടാണ് അതിന് വലിയ അത് കിട്ടുന്നത്. പക്ഷേ അവിടെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ് ഇതുപോലെയുള്ള പിന്നെ നമ്മുടെ ഫോക്ക് ആർട്ടിസ്റ്റുകൾ, അനുഷ്ഠാന കലകളിലുള്ളവർ. അപ്പോൾ അവർക്ക് ഈ കല കൊണ്ട് ജീവിക്കാൻ കൂടി കഴിയണം. അതിന് ആരാ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറയുന്ന രൂപത്തിലുള്ള കൾച്ചറും ടൂറിസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന ഈ പോളിസി യാഥാർത്ഥ്യമായാൽ ഈ ഡെസ്റ്റിനേഷൻസിലെല്ലാം നമ്മുടെ കലാകാരന്മാർക്ക് അവസരം കിട്ടും. അവർക്ക് വർഷത്തിൽ 360 ദിവസത്തിൽ 300 ദിവസമെങ്കിലും അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അതുണ്ടാക്കാൻ കഴിയണം നമുക്ക്. കാരണം ഇത് നമുക്ക് ഇപ്പം പാലക്കാട്ട് തോൽപ്പാവക്കൂത്തുണ്ട്. അവർ ഇപ്പോൾ നമ്മുടെ പുലവർ, അവർ ആ തലമുറ മാറിയാൽ പിന്നെ അത് പോവുക. അപ്പം അത് അടുത്ത തലമുറ അതിൽ നിൽക്കണമെങ്കിൽ അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ കഴിയണ്ടേ ആ കലാകാരന്മാർക്ക്? സീതകളിയുണ്ട്, എൻ്റെ നാട്ടിലാണ് പെരുന്നാട്, കാക്കാരശ്ശി നാടകമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് ഭയങ്കര അപൂർവമായിട്ടുള്ള, അമൂല്യമായിട്ടുള്ള നമ്മുടെ സമ്പത്താണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പോയി 3 മണിക്കൂർ സെമിനാർ നടത്തിയിട്ടൊന്നും കാര്യമില്ല, പ്രഭാഷണവും പ്രസംഗവും നടത്തിയിട്ടൊന്നും കാര്യമില്ല. അവർക്കത് പെർഫോം ചെയ്യാനുള്ള സ്റ്റേജ് ഉണ്ടാകണം, അവർക്ക് അതുകൊണ്ട് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകണം. ഇത് കൊടുത്താലേ ഈ കലാകാരന്മാർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പം അത് പ്രധാനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് സർക്കാർ? നമ്മളൊരു പുതിയ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഇവർക്ക് പിന്നെ വർഷത്തിൽ ഏതാണ്ട് എല്ലാ സമയത്തും അവർക്ക് വേദി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റും കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്ന് ഒരു പുതിയ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. വേറൊന്നും മാറ്റിയല്ല, അവർക്ക് വേദി കൊടുക്കുക, അവരുടെ ഈ കലാരൂപങ്ങളെ പിന്നെ മലയാളിക്കോ ഇന്ത്യക്കാർക്കോ വിദേശികൾക്കോ ഒക്കെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അത് നമ്മൾ അതിൽ നിന്ന് അവർക്ക് വരുമാനം സ്വാഭാവികമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവർക്ക് കിട്ടും. നമ്മൾ ഈ പറയുന്ന ഈ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. റെസ്പോൺസിബിൾ ടൂറിസത്തിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണല്ലോ ഉള്ളത്. കമ്മ്യൂണിറ്റി എൻഗേജ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ കലാകാരന്മാരെയും കൂടെ അതിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ പറയുക, ഞാനത് ഉദാഹരണം പറഞ്ഞേ, 3 മാസം തെയ്യമുണ്ട്. അപ്പോൾ ഈ 3 മാസം ഈ കേരളത്തിൽ വരുന്നവർക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താലേ അവർ ആ സമയത്ത് അങ്ങോട്ട് പോകത്തുള്ളൂ. കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്ന ഒരാളോട് നിങ്ങൾക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസത്തിൽ ഏത് സമയത്ത് വന്നാലും തെയ്യം കാണാം എന്ന് പറയുമ്പോഴാണ് അവർ അങ്ങോട്ട് പോണത്. അപ്പോൾ ആ നിലയിൽ ഇതിനെ നമ്മുടെ കൾച്ചറൽ കലണ്ടറും ടൂറിസം കലണ്ടറും കൂടെ സംയോജിപ്പിച്ച് ഒരു ഇതാണ്. ഇതിപ്പോൾ പലർക്കും അറിയില്ല. സാധാരണ കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്നു, നമ്മൾ സാധാരണ പോകുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ട് പൂർത്തിയാക്കി തിരിച്ചു പോവുകയാണ്. സഞ്ചാരിയുടെ കുഴപ്പമല്ല, അതിനപ്പുറമുള്ള കേരളത്തെ കാണിച്ചു കൊടുക്കണം നമുക്ക്. നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട്. കൊല്ലം തന്നെ എടുത്താൽ കാടും കടലും കായലും ഉള്ളൊരു ജില്ലയാണ്. അപ്പം കൊല്ലത്ത് വന്നാൽ നിങ്ങൾക്ക് ആദ്യം ബീച്ചിൽ പോകാം, അത് കഴിഞ്ഞ് ഹൗസ് ബോട്ടിൽ നിങ്ങൾക്ക് മൺട്രോത്തുരുത്ത് വരെ പോകാം,
കുണ്ടറ വഴി പോകാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജഡായുവിൽ ചെല്ലാം. അവിടുന്ന് തന്നെ നിങ്ങൾക്കൊരു അരമണിക്കൂറിനുള്ളിൽ തെന്മലയിൽ പോകാം, ഇക്കോ ടൂറിസത്തിൽ പോകാം, അമ്പനാട് എസ്റ്റേറ്റിൽ പോകാം, യെസ്. പാലരുവിയിൽ പോകാം. മീൻസ് അപ്പം ഇത് നമുക്ക് ഇന്റർനാഷണലി അല്ലെങ്കിൽ നാഷണലി ആൾക്കാരനെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ മാർക്കറ്റിംഗ് നന്നായി ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഓക്കെ. അത് കുറച്ചും കൂടി നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെയും കൂടെ ചേർത്തുള്ള മാർക്കറ്റിംഗ് നമ്മളുണ്ടാക്കും. അപ്പോൾ ഇപ്പം നമ്മൾ സഞ്ചാരികളെ പരിശോധിക്കുമ്പോൾ തന്നെ അത് പല രൂപത്തിലുള്ള സഞ്ചാരികളുണ്ട്. അപ്പോൾ ഹിസ്റ്ററിയിൽ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് മുസ്രീസിലേക്ക് കൊണ്ടുപോകാം. നേരത്തെ താങ്കൾ പറഞ്ഞ ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ ജീവിതം അനുഭവിച്ചും അത് അവരോട് ചേർന്നും യാത്ര ചെയ്യുന്നവരുണ്ട്. അവരെ നമുക്ക് അതിനുള്ള വഴികളിലേക്ക് വിടാം. ഇപ്പോൾ വയനാട് എന്തെല്ലാം റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ട്രൈബിൻ്റെ ആർട്ടുണ്ട്, ട്രൈബ്സിൻ്റെ ഫുഡുണ്ട്, അവിടുത്തെ മനോഹരമായ പ്രകൃതിയുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് അവരെ അങ്ങനെ വിടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ ടൂറിസം ഏറ്റവും ഡള്ളായിരുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസമാണ്. ഇപ്പം മൺസൂൺ ടൂറിസമായി. യഥാർത്ഥത്തിൽ ഇപ്പം ഈ അറബ് കൺട്രീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന മാസം ഈ 3 മാസമാണ്. ഈ നമുക്കറിയാലോ, കേരളത്തിൽ നമുക്കെല്ലാം മലയാളിക്ക് അറിയാലേ, നമ്മൾ ആയുർവേദ ചികിത്സ ചെയ്യുന്ന മാസം ഏതാ? കർക്കിടക മാസം. നമുക്ക് ഈ മൺസൂൺ ടൂറിസം വരുന്നതും ഈ കർക്കിടക മാസം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിങ്ങിൽ ഇനി അങ്ങനെയെല്ലാം എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ 3 മാസം വരൂ, മൺസൂൺ ആസ്വദിക്കൂ, ആയുർവേദ ചികിത്സ അനുഭവിക്കൂ, പോകൂ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സഞ്ചാരികളെ പല രൂപത്തിൽ തരംതിരിച്ച് അവർക്ക് ആ നിലയിലുള്ള മാർക്കറ്റിംഗ് ഈ വർഷം മുതൽ നമ്മൾ ഓണം സമീപ സംസ്ഥാനങ്ങളിലും കൂടെ അതിൻ്റെ മാർക്കറ്റിംഗ് നടത്തുക. ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും എല്ലാം. കാരണം ഈ 1 മാസം വന്നാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 63 ഇനം ഐറ്റം ഉള്ള ഒരു സദ്യ വേറെ എവിടെയുള്ള? അപ്പൊ നമ്മളിത് ആൾക്കാരെ അറിയിക്കണ്ടേ? നിങ്ങൾ 19 തീയതി മുതൽ ജൂലൈ 19 മുതൽ ആറന്മുളയിൽ വള്ളസദ്യ 1 മാസമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴേ അത് നമ്മളെ ആൾക്കാരെ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ ബുക്ക് ചെയ്യാം. അത് ജീവിതത്തിൽ ഒരു തവണയല്ലേ പറ്റുള്ളൂ വള്ളസദ്യ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഓണം മറ്റ് സാധാരണ, അതുകൊണ്ട് മുമ്പ് ഇത് ടൂറിസം വീക്കായിരുന്നു, പിന്നെ അത് ഓണാഘോഷമായി. ഈ വർഷം മുതൽ നമ്മൾ കേരള ടൂറിസം ഓണാഘോഷമാക്കിയിട്ടുണ്ട്. അപ്പം സഞ്ചാരികളെ കൂടുതൽ നമ്മുടെ ഓണത്തിൻ്റെതായിട്ടുള്ള ഓണക്കളികളുണ്ട്, ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, കലകളുണ്ട്. അതെല്ലാം നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഈ മാസം. ഓണവും ആ നിലയിൽ ആളുകളോട് നമ്മൾ പറയുകയാണ്, കേരളത്തിലേക്ക് വരൂ, ഈ 1 മാസം ഓണം ആസ്വദിക്കും. മനസ്സിലായി. മീൻസ് നമ്മൾ വേറൊരു കാര്യം ഞാൻ ആലോചിച്ചിട്ടുള്ളത്, നമുക്ക് നോർത്ത് ടു സൗത്ത് നമ്മുടെ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് അതൊരു യൂണിഫോം രീതിയിലല്ല. അപ്പം ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നോർത്തിൽ വളരെ വൈകിയാണ് തുടങ്ങിയത്, അതാണ്. സൗത്ത് ആണ് ആദ്യത്തെ ഏതാണ്ട് കേരളത്തിലൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കോവളമാണ്. പിന്നെ വർക്കല വരുന്നു, പിന്നെ മൂന്നാർ ഡെവലപ്പ് ചെയ്തു, കുമരകം വല്ലാതെ വന്നു, ആലപ്പുഴ വന്നു, ഫോർട്ട് കൊച്ചി, അങ്ങനെ അവിടെ വരെയൊക്കെ അങ്ങ് നിന്നു. അതിനപ്പുറത്തോട്ട് മലബാറിലെ ടൂറിസം പ്രവർത്തനങ്ങൾ വൈകിയാണ് ആരംഭിച്ചത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ ബഡ്ജറ്റിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും, ഈ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. നമ്മൾ ബ്രാൻഡ് വയനാട് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് വയനാടിന് വേണ്ടിയിട്ട്. വൈ നോട്ട് വയനാട്? അപ്പോൾ അതായത് ഇപ്പം അതുപോലെ ബേക്കൽ, കാസർഗോഡ്, ഇപ്പം കണ്ണൂര്, കോഴിക്കോടൊക്കെ ഇപ്പം നമ്മളെ മലബാർ റിവർ ഫെസ്റ്റ് നടക്കാൻ പോവാണ് 30, 31, 1, 2. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് അത്, മലബാർ റിവർ ഫെസ്റ്റ്. കയാക്കിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ ഈ പറഞ്ഞ മാളവിക പറഞ്ഞത് വളരെ കറക്റ്റാണ്,
അങ്ങനെ ഒരു 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 ബാലൻസ് ഇല്ലായ്മ ഉണ്ട്. അത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി മനഃപൂർവ്വമായി ഒരു ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമാണ് ഇനി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞു, അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പരിപാടി പോലും അതെ അതെ. നമ്മൾ ഒത്തിരി കൾച്ചർ ടൂറിസം കാര്യം പറഞ്ഞു, സിനിമേനെ പറ്റി വളരെ കുറച്ച് പറഞ്ഞുള്ളൂ. അപ്പം സിനിമ, മലയാളം സിനിമയ്ക്ക് ഇപ്പം ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഭയങ്കരമായ ഒരു എന്താ പറയുക, ഒരു സ്പോട്ട് ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം യങ് ഡയറക്ടേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള അങ്ങനത്തെ സ്കീംസോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ മുന്നോട്ട്? നമ്മൾ ഇൻഡിവിജ്വലായി ആരെയും സഹായിക്കുന്ന സ്കീമുകളുണ്ട്, പക്ഷെ ഇൻഡിവിജ്വലായി സഹായിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇൻഡസ്ട്രിയെ ഒന്നായി സഹായിച്ചാലാണ് ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ നമ്മുടെ സിനിമാ മേഖലയിലുള്ളവരുടെ ഏറ്റവും കാലാകാലങ്ങളിലായിട്ടുള്ള അവരുടെ ആവശ്യമായിരുന്നു സിനിമയ്ക്ക് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കണമെന്നുള്ളത്. നമ്മൾ ഈ ബജറ്റോട് കൂടി നമ്മുടെ സിനിമയ്ക്ക് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ അവർക്ക് അതുവഴി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ അവർക്ക് സബ്സിഡീസിൻ്റെ കാര്യം, ഇൻസെൻറ്റീവ്സിൻ്റെ കാര്യം, ലോണിനൊക്കെ ചില സഹായങ്ങൾ കിട്ടുക, പെർമിഷൻസ് എല്ലാം സിംഗിൾ വിൻഡോ ആക്കാൻ പരമാവധി നോക്കുക. ഇങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയെ ഒന്നാകെ സഹായിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടും. മനസ്സിലായി. അങ്ങനെ ഒരു സമീപനം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പുതിയൊരു മാറ്റമുണ്ട്. ഈ പണ്ട് പരീക്ഷണ സിനിമകൾക്ക് തിയേറ്റർ കിട്ടില്ലായിരുന്നു, ആള് കയറില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ ഇക്കോ കണ്ടില്ല. ഇക്കോ കലാമൂല്യമുള്ള സിനിമയാണ്. അതേസമയം തന്നെ ആ കലാമൂല്യമുള്ള സിനിമയ്ക്ക് അത് ബോക്സ് ഓഫീസിലും ഹിറ്റ് ആവുന്നുണ്ട്. അപ്പം കൂടുതൽ പരീക്ഷണ സിനിമകൾ ചെയ്യാൻ ആളുകൾക്ക് ധൈര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം അതിന് ആളുകളെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ നല്ല, ഇപ്പോൾ രഞ്ജിത്തിനെ പോലെയുള്ള, ബാഹുലിനെ പോലെയുള്ള, അല്ലെങ്കിൽ രാഹുൽ, പിന്നെ ജീത്തു, കുറേ പുതിയ പിന്നെ ചെറുപ്പക്കാരിപ്പോൾ നമ്മുടെ ചിദംബരം, ബാലൻ വന്നു. അങ്ങനെ കുറേ, ഞാൻ പേര് പറയാനാണെങ്കിൽ ഒരുപാട് നല്ല നവാഗത സംവിധായകരുണ്ട്. അവർക്കെല്ലാം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമുകൾ സജീവമായതോടുകൂടി കേരളത്തിന് പുറത്തും അവർക്ക് പിന്നെ ഓഡിയൻസിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമ കേരളത്തിന് പുറത്തും വലിയ തോതിൽ അംഗീകരിക്കപ്പെടും. ശരി, മുമ്പുണ്ടായിരുന്നു, പുതിയ കാര്യമൊന്നുമല്ല. അരവിന്ദനും അടൂർ സാറും ജോൺ അബ്രഹാമും ഷാജി സാറിൻ്റെ എല്ലാ സിനിമകൾ ലോക ശ്രദ്ധ നേടിയ പിന്നെ സിനിമകൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നവാഗത സംവിധായകർക്ക് ഈ ഇവർക്കില്ലാതിരുന്ന ഒരു പുതിയ സാധ്യത ഇപ്പോഴത്തെ തലമുറയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു സ്വാധീനം. അത് വന്നതോടുകൂടി മലയാളികൾ കാണുന്നതിനെ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ബേസിലിന്റെ മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തത്. എത്രയോ കാലം ഗ്ലോബലിൽ അത് ടോപ്പായിട്ട് ആ കാലത്ത് നിന്നു. ഇപ്പൊ അതൊരു പുതിയ സാധ്യതയല്ലേ. ആ സാധ്യത അവരെല്ലാം പ്രയോജനപ്പെടും. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഗവൺമെന്റിന് ഇത്രയെല്ലാം അവർ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിക്ക് ഗവൺമെന്റ് എന്ത് സഹായം ചെയ്യാൻ കഴിയും? അപ്പോൾ ആ നിലയിലാണ് നമ്മളിപ്പോൾ ഈ പുതിയ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് സിനിമയ്ക്ക് കൊടുത്തുകൊണ്ട്, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷൂട്ടിംഗ് ഫ്രണ്ടിലാക്കും. ഇവർ പറഞ്ഞു, സർക്കാർ എൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിന്റെ ഒരു വരാന്ത ഷൂട്ട് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയൊക്കെ ഈ പ്രൊഡക്ഷൻ ഹൗസ് അടയ്ക്കണം. ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സോഫ്റ്റ് പവർ ആണ്. നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ഒരു സിനിമയിൽ വന്നാൽ ആ ഡെസ്റ്റിനേഷന് നമ്മൾ പൈസ കൊടുത്ത് മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയാണ്. അപ്പോൾ അതിന്റെ ഗുണവും അതിന്റെ പ്രയോജനവും കിട്ടും. അപ്പോൾ ആ നിലയിൽ നമുക്കും അതിന് സഹായമുണ്ട്. നമ്മളല്ലാതെ സിനിമക്കാരെ നമ്മൾ അങ്ങോട്ട് പോയി എന്തോ സഹായിക്കുന്നു എന്നുള്ളതല്ല.
നമുക്കതിന്റെ പ്രയോജനമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാറായി. സന്ദർശകർ ഒരുപാടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ കൂടി. നമ്മൾ ഇപ്പം യങ്സ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു, പുതിയതായിട്ട് വരുന്നവരുടെ കാര്യം പറഞ്ഞു. ഈ കലയിൽ ഓൾറെഡി നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ ഓൾറെഡി ഉണ്ടായി, ഇപ്പോൾ ഇത് ഒരു പെൻഷൻ പോലത്തെ ഒരു കാര്യം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യം ഗവൺമെന്റ് എന്തെങ്കിലും ആലോചിക്കുന്നു? ഇപ്പൊ ചലച്ചിത്ര ക്ഷേമനിധി ഉണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്, കലാകാര ക്ഷേമനിധി ഉണ്ട്. അത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടൊക്കെ സർക്കാർ ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഈ മേഖലയിലുള്ള ആളുകളുണ്ട് വളരെ സഹായിക്കാൻ കഴിയുന്നവർ. അവരുടെ സഹായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്ഷേമനിധിയൊക്കെ ഒന്നുകൂടെ ഒന്ന്, ഈ വെൽഫെയർ ബോർഡുകളുണ്ട്, ഇപ്പോൾ കലാകാര ക്ഷേമനിധി ഉണ്ട്, സിനിമാ ക്ഷേമനിധി ഉണ്ട്. പക്ഷെ സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഗവൺമെൻറ്റും ഒന്ന് സാമ്പത്തികമായി മെച്ചപ്പെടുകയോ അല്ലെങ്കിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ അവരെ സഹായിക്കാൻ പറ്റും. ലാസ്റ്റ് ചോദ്യം, മിനിസ്റ്ററിൻ്റെ ഈ ടേമിൽ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇത് ചെയ്തു എന്ന് അഭിമാനത്തോടു കൂടി ആലോചിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ദാറ്റ് യു വാണ്ട് ടു ഡു ഇൻ ദിസ് 5 years? അല്ല, ഒന്ന് നമുക്ക് നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കൂടുതൽ ലോക നിലവാരത്തിലേക്ക് മാറ്റണം. നമുക്ക് ഈ 5 വർഷം കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കേരളത്തിൻ്റെ എല്ലാം മനോഹരമാണ്, എല്ലായിടത്തേക്കും അത് വ്യാപിപ്പിക്കണം. നമ്മുടെ ഈ ടൂറിസം വഴിയുള്ള റവന്യൂ ഇപ്പോൾ ഉള്ളത് ഇരട്ടിയാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ കുറച്ചുകൂടിയെങ്കിലും നമ്മൾ പോകുമ്പോഴത്തേക്ക് വർദ്ധിപ്പിക്കണം. സിനിമയിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയണം. നമുക്ക് തിരുവനന്തപുരത്ത് IFFK ഒരു പെർമനൻറ്റ് വെന്യൂ ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കലാകാരന്മാർക്ക് അവർക്ക് ഈ കല കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകണം. വലിയ വലിയ കാര്യങ്ങളല്ല, എല്ലാവർക്കും പോകാൻ കഴിയുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടാകണം. വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് അത് നടക്കാതെ പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്നാൽ അതിന് വലിയ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ടൂറിസം സെക്ടറിലും സിനിമാ മേഖലയിലും കൾച്ചറിലും എല്ലാം അതുണ്ടാകും. സാംസ്കാരിക മേഖലയിൽ എന്താ ചെയ്യാൻ കഴിയുന്നത്? കലാകാരന്മാരെ പിന്തുണയ്ക്കുക. സിനിമാ മേഖലയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ആ ഇൻഡസ്ട്രി നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സഹായം ചെയ്യുക, അതുണ്ടാകും. പിന്നെ ഒരു ചലച്ചിത്ര സാക്ഷരത ഉണ്ടാവുക. സ്കൂളുകളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. 10 സിനിമ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ബൈസൈക്കിൾ തീവ്സ് ആയിരിക്കും, ചിൽഡ്രൻസ് ഓഫ് ഹെവൻ ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാത്ത ഒരു സിനിമ ഉണ്ട് എന്ന് അവർ അറിയണ്ടേ? അറിയണമെങ്കിൽ അവർ കാണണ്ടേ? ഒരു ചലച്ചിത്ര സാക്ഷരത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കുന്ന പോലെ നല്ല കോണ്ടന്റ് കൺസ്യൂം ചെയ്യാനുള്ള ശീലം കൂടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവർ ഇങ്ങനെ അതെ, ഇത് മാത്രമേ നടക്കണുള്ളൂ. ഇതല്ലാതെ ഒരു 1.5 മണിക്കൂർ അവർ ഇരിക്കണം, അറ്റൻഷൻ നിർത്തി കാണാനായിട്ട്. അത് ചെയ്യും നമ്മൾ. Sir, thank you so much. I really appreciate your time. Thank you for being on Walk with me. Thank you.